തൃശ്ശൂരിലേക്ക് വന്നാൽ തൃശ്ശൂരിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. ചൊവ്വന്നൂരിൽ പന വീണ് വീട് ഭാഗികമായി തകർന്നുപോയി. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ നാളെ കൂടുതൽ ഉയർത്തുമെന്നാണ് സൂചന. ജലനിരപ്പ് ഉയരുന്നുവെന്നാണ് വിവരം. റാഫി കരീം ചേരുന്നു. റാഫി, എന്താണ് ഇപ്പോൾ പീച്ചി എന്നുള്ള വിവരം? ഷട്ടർ എപ്പോഴും ഉയർത്തും? അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ നല്ല മഴയായിരുന്നു. ഇപ്പോഴെന്താണ് അവസ്ഥ? പൊതുവേ ഈ മഴക്കെടുതികളുടെ വാർത്ത കൂടുതൽ വരുന്നുണ്ടോ? തൃശൂർ ജില്ലയിൽ മഴക്കെടുതികളുടെ വാർത്ത കൂടുതലായി എത്തുന്നു എന്നുള്ളതാണ്. ശക്തമായ മഴയായിരുന്നു തൃശ്ശൂരിൽ രാവിലെ മുതൽ അനുഭവപ്പെട്ടത്. അല്പസമയം മുൻപ് മഴയ്ക്ക് നേരിയൊരു ശമനമുണ്ട്. എന്നാൽ മലയോര മേഖലകളിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശക്തമായ മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റും തൃശ്ശൂരിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ കാറ്റും മഴയും ഒരുമിച്ചെത്തിയതോടുകൂടിയാണ് വ്യാപകമായ നാശനഷ്ടങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് മാത്രം 9 വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് മഴക്കെടുതിയിൽ. ഒപ്പം തന്നെ പലയിടങ്ങളിലും മരം കടപുഴകി വീഴുന്നൊരു സാഹചര്യമുണ്ടായി. റോഡുകളിലേക്ക് മരം കടപുഴകി വീണ് പല സ്ഥലത്തും ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യവും ഇന്നുണ്ടായി. മലക്കപ്പാറ അതിരപ്പള്ളി റൂട്ടിൽ മരം കടപുഴകി വീണതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഈ മേഖലയിലേക്കുള്ള ഗതാഗത നിയന്ത്രണം ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിൽ പലയിടങ്ങളിലും കിണറിടിഞ്ഞു താഴ്ന്നൊരു പ്രതിസന്ധി ഉണ്ടായി. ഒപ്പം പല മേഖലയിലും കാറ്റ് ശക്തമായതോടെ കൃഷിനാശവും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയിലാണ് മിന്നൽ ചുഴലി അനുഭവപ്പെട്ടത്. രാവിലെ 7:30 കൂടിയാണ് ഇരിങ്ങാലക്കുടയിൽ മിന്നൽ ചുഴലി അനുഭവപ്പെട്ടത്. ഈ മിന്നൽ ചുഴലിയിൽ ഏകദേശം 3 വീടുകൾക്ക് വ്യാപകമായി തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രദേശത്ത് മരം കടപുഴകി വീണ് വൈദ്യുതി ബന്ധവും തകരാറിലായിട്ടുണ്ട്. ഒപ്പം ഡാമുകളിലേക്ക് വന്നാൽ തൃശ്ശൂരിൽ പെരിങ്ങൽകുത്ത് ഡാമിന്റെ 2ാമത്തെ സൂയിസ് വാൽവും തുറന്നിട്ടുണ്ട്. ഒപ്പം തന്നെ പീച്ചി അണക്കെട്ടിന്റെ ഷട്ടറുകൾ നാളെ രാവിലെ കൂടുതൽ ഉയർത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഈ നദികളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും അധികൃതരിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. നാളെ റെഡ് അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ മഴയാണ് വരും മണിക്കൂറുകളിൽ ജില്ലയിൽ പ്രതീക്ഷിക്കുന്നതും. താങ്ക് യു റാഫി കരീം.